ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 12 പറഞ്ഞിട്ടുള്ള വാക്യങ്ങളും രാജാക്കന്മാർ 8-ാം അധ്യായം 12 തുടങ്ങി 19 വരെ. അപ്പോൾ ശലോമോൻ താൻ കൂരിരുൾ വസിക്കുന്നൊരു യഹോവ അരുളിച്ചെയ്തിരിക്കുന്നു എങ്കിലും അവൻ ഒരു സെക്കൻഡ് ഞാൻ ഈ ലൈറ്റ് ഒന്നുകൂടെ കൂട്ടിക്കോട്ടെ. അപ്പോൾ ശലോമോൻ താൻ കുരിൽ വസിക്കുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എങ്കിലും ഞാൻ നിനക്കൊരു നിവാസാലയം, നിനക്ക് എന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇസ്രായേൽ സഭ മുഴുവൻ നിന്നുകൊണ്ടിരിക്കെ രാജാവ് മുഖം തിരിച്ച് ഇസ്രായേലിന്റെ സർവ്വസഭയെ അനുഗ്രഹിച്ച് പറഞ്ഞു എന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദിനോട് തിരുവായ് കൊണ്ട് അരുളിച്ചത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടു. എന്റെ ജനമായ ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നാൾ മുതൽ എന്റെ നാമം ഇരിക്കേണ്ടതിന് ഒരു ആലയം പണിയുവാൻ ഞാൻ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിലും ഒരു പട്ടണം തിരഞ്ഞെടുത്തില്ല. എന്നാൽ എന്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കാൻ ഞാൻ ദാവീദിനെ തിരഞ്ഞെടുത്തു എന്ന് അവൻ അരുളി ചെയ്തു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ആലയം പണിയണമെന്ന് എന്റെ അപ്പനായ ദാവീദിന് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ യഹോവ എന്റെ അപ്പനായ ദാവീദിനോട്, എന്റെ നാമത്തിന് ഒരു ആലയം പണിയണമെന്ന് നിനക്ക് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ താല്പര്യമുണ്ടായത് നല്ലത്, എങ്കിലും ആലയം പണിയേണ്ടത് നീയല്ല, നിന്റെ കടിപ്രദേശത്ത് ഉത്ഭവിക്കുന്ന മകൻ തന്നെ എന്റെ നാമത്തിന് ആലയം പണിയുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ യഹോവ താൻ അരുളി ചെയ്ത വചനം നിവർത്തിച്ചിരിക്കുന്നു. യഹോവ വാഗ്ദാനം ചെയ്തതുപോലെ എന്റെ അപ്പനായ ദാവീദിന് പകരം ഞാൻ എഴുന്നേറ്റ് ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ആലയം പണിതിരിക്കുന്നു. യഹോവ നമ്മുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരോട് ചെയ്ത നിയമം ഇരിക്കുന്ന പെട്ടകത്തിന് ഞാൻ അതിൽ ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ദൈവത്തിന് വേണ്ടിയിട്ട് ശലോമോൻ രാജാവ് പണിത ആലയത്തിന് ഡെഡിക്കേഷൻ നടക്കുന്ന സമയമാണ് ഹാലേലിയ. ആ ഡെഡിക്കേഷൻ നടക്കുന്ന സമയത്താണ് ഹാലേലിയ ശലോമോൻ രാജാവ് ജനത്തെ നോക്കി പറയുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ ഈ ആലയത്തെ കുറിച്ചോ ശലോമോൻ രാജാവിനെ കുറിച്ചോ ദൈവത്തിന്റെ ഒരു പ്രോമിസിനെ കുറിച്ച് മാത്രം സംസാരിക്കാൻ പോകുന്നത്. കാരണം ദൈവം ഇവിടെ ഹാലേലി പറയുന്നത് ദാവീദിന്റെ ഹൃദയത്തിലാണ് ദൈവത്തിന് ആലയം പണിയണമെന്ന് ആഗ്രഹം തോന്നിയത്. കാരണം ഹാലേലി ദൈവത്തിന് വസിക്കാനായിട്ട് ആലയമില്ല. പക്ഷേ ദാവീദിന്റെ ആഗ്രഹം തിരിച്ചറിഞ്ഞപ്പോ ആദ്യം നമുക്കറിയാം നാഥൻ പ്രവാചകൻ പറയുന്നു നല്ല കാര്യം എന്നൊക്കെ പറയുന്നു. പക്ഷേ പിന്നീട് ദൈവം പറഞ്ഞു വിട്ട് പറയിക്കുന്നു, ഹാലേലിയ നീ അല്ല പണിയേണ്ട, നീ അനേക യുദ്ധം ചെയ്തുകൊണ്ട് ഹാലേലിയ നീ അല്ല നിന്റെ മകന് ഞാൻ സ്വസ്ഥത അവനെ കൊണ്ട് ഞാൻ ആലയം പണിയിക്കും എന്നുള്ള വാഗ്ദത്തം 17-ാം വാക്യം നമ്മൾ വായിക്കണേ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ആലയം പണിയണമെന്ന് എന്റെ അപ്പനായ ദാവീദിന് താല്പര്യം. എന്നാൽ യഹോവ എന്റെ അപ്പനായ ദാവീദിന് എന്റെ നാമത്തിൽ ആലയം പണിയുമെന്ന് നിനക്ക് താല്പര്യം ഉണ്ടായാലും അങ്ങനെ താല്പര്യം നല്ല, എങ്കിലും ആലയം പണിയ നീയല്ല, നിന്റെ കടിപ്രദേശം ഉത്ഭവിക്കുന്ന മകൻ തന്നെ എന്റെ നാമത്തിൽ ആലയം പണി. 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം എന്ന് വായിക്കാം. അവിടെയാണ് ദൈവം ഈ പ്രോമിസ് പറയുന്നത്. 2 ശമൂവേൽ 7:11. ഞാൻ എന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്ക് ഒരു ഗ്രഹം ഉണ്ടാക്കുവാൻ യഹോവ നിന്നോട് അറിയിക്കുന്നു. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിക്ക് നിന്റെ ആയുഷ്കാലം കഴിഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ തികച്ചുകൊള്ളുമ്പോൾ ഞാൻ നിനക്ക് ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചോട്ടെ. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന സന്തതിയെ നിന്റെ
നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ കൈക്കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി അത് സാധിച്ചെടുക്കുകയും അത് വായിച്ചു. എനിക്ക് ഈ ലൈറ്റിന് തീരെ വ്യക്തമില്ല, ഒന്ന് വായിച്ചു. ഓക്കെ. സിസ്റ്റർ വായിച്ചു. ഞാൻ നിന്റെ സകല ശത്രുക്കളെ അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്കൊരു ഗൃഹമുണ്ടാക്കും എന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിട്ട് സന്തതി നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരുടെ കൂടെ നീ കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയെ സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്ത് ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എന്റെ നാമത്തിന് ഒരു ആലയം പണിയും. ഞാൻ അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാകും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. ആമേ. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടി കൊണ്ടും മനുഷ്യപുത്രന്മാരുടെ വടി കൊണ്ടും ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിങ്കിൽ നിന്ന് ഞാൻ എന്റെ ദയ നീക്കിയതുപോലെ അത് അവങ്കിൽ നിന്ന് നീങ്ങി പോകുകയില്ല. നിന്റെ ഗൃഹവും നിന്റെ രാജ്യത്തും എന്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഈ വാഗ്ദത്തം പറയുന്നത് നമ്മൾ കാണുന്ന 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിലാണ്. ആരെക്കുറിച്ച് ഈ വാഗ്ദത്തം എന്ന് ശലോമോനെ കുറിച്ചുള്ള വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. നിന്റെ സന്തതിയെ കൊണ്ട് ഞാൻ ആലയം പണിയിക്കും എന്നെല്ലാം. പക്ഷെ അന്ന് യഥാർത്ഥമായിട്ട് ഹല്ലേലൂയ ദാവീദ് ശലോമോൻ എന്ന മകൻ ജനിച്ചിട്ട് കൂടിയില്ല. ഹല്ലേലൂയ. ഊരിയാവിന്റെ ഭാര്യയെ സ്വന്തമാക്കിയിട്ടില്ല. ഹല്ലേലൂയ. ആ സമയത്താണ് ഈ വാഗ്ദത്തങ്ങൾ കേൾക്കുന്നത്. അപ്പം ദൈവത്തിന്റെ വാഗ്ദത്തം അവിടെ ദാവീദ് ദൈവത്തോട് പറയുന്ന കേൾക്കണയോ, നീ ഞാനും എന്റെ ഗൃഹം എന്തുള്ള എന്നെ കുറിച്ച് മാത്രമല്ല മകനെ കുറിച്ച് ഓർക്കാൻ എന്നൊക്കെ പറഞ്ഞു പറയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ വാഗ്ദത്തം വരുന്ന ഒരാൾ ജനിച്ച് അവൻ പുറത്തു വരുമ്പോഴല്ല വാഗ്ദത്തം വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പൗലോസ് നമ്മൾ ലോക സ്ഥാപനത്തിന് മുമ്പേ കണ്ടതാണെന്ന് പറയുന്നത്. ഇവിടെ 2-ാം അധ്യായം 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ അത് പറയുന്നെങ്കിൽ 17-ാം അധ്യായത്തിലാണ് വരുമ്പോഴത്തേന് 2 രാജാക്കന്മാരുടെ പുസ്തകം 2 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിലാണ് നാഥാൻ പ്രവാചകൻ വന്നിട്ട് നീ തന്നെ 12-ാം അധ്യായത്തിലാണ് വരുമ്പോഴാ നാലാം പ്രവാചകനെ വിട്ട് ശലോമോനെ കുറിച്ച് ഊരിയാവിന്റെ ഭാര്യ സ്വന്തമാക്കിയതിനെ കുറിച്ച് ദാവീദിനോട് നീ തന്നെ ആ മനുഷ്യനെന്ന് പറയിക്കുന്നത്. അവിടുന്ന് അന്നേരം ശലോമോൻ ജനിച്ചിട്ടില്ല. അന്നേരം ഉണ്ടായിരുന്ന കുഞ്ഞു, അതിനുശേഷം ഉണ്ടായ കുഞ്ഞു മരിച്ചു പോയി. പിന്നീട് ആണ് ശലോമോൻ ജനിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം വാഗ്ദത്തം പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും അതിനുള്ള മുഖാന്തരം ഉള്ളപ്പോഴാണ് വാഗ്ദത്തത്തെ നമ്മൾ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ആമീൻ. അപ്പൊ നമ്മൾ സാഹചര്യമൊക്കെ നോക്കും. അല്ല അനുകൂലമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞ വേണുപാസ് എപ്പോഴും ഒരു കുഞ്ഞ് ജനിക്കുമ്പോ തന്നെ ദൈവം അവനെ ഡോക്ടറായിട്ട് എഞ്ചിനീയർ കണ്ടെങ്കിൽ ദൈവം അന്നേരം വിളിക്കുന്ന അങ്ങനെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ പ്രവാചകനായിട്ട് അല്ലെങ്കിൽ ശുശ്രൂഷകനായിട്ട്. പക്ഷേങ്കില് ഇവിടെ നമ്മൾ കാണുകയാണെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിട്ട് പോലുമില്ല. ദാവീദ് അവരെ ഭാര്യയായിട്ട് സ്വീകരിച്ചിട്ട് പോലുമില്ല. ഹല്ലേലൂയ. അപ്പൊ അതിനു മുന്നമേ തന്നെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ തലയിൽ. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അതുകൊണ്ട് യെരമ്യാ പ്രവാചകനോട് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടതാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്ന അങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ ഈ അമ്മയുടെ അപ്പന്റെയും വയറ്റിൽ വന്ന് ജനിച്ചതിന് ശേഷമോ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണതിന് ശേഷമോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഏത് പ്രായത്തിലാണ് കർത്താവിന് തിരിച്ചറിഞ്ഞ ആ പ്രായത്തിൽ ഒന്നുമല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്ന ലോക സ്ഥാപനത്തിന് മുന്നമേ നമ്മളെ കണ്ടതാണ്. ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറയാം, നമ്മുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ നമ്മളുടെ മേൽ ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ ദൈവത്തിന്റെ ഹൃദയത്തെ നമ്മളെ കുറിച്ച് ഇഷ്ടം അത് ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ നിൽക്കണമെന്ന് പറയുന്നത്. എതിർപ്പുകൾ അനേകം ഉണ്ടാകും. ഈ ലോകത്തിന്റെ എതിർപ്പുകളെല്ലാം ഞാൻ ഇന്നലെ രാത്രി പ്രാവശ്യം ദൈവം എന്നോട് അങ്ങനെ ഒരു വാക്യം എന്റെ വായിൽ തന്ന പോലെ നമ്മുടെ എല്ലാ ബന്ധങ്ങളും എല്ലാ പാരമ്പര്യമാണെങ്കിലും മാതാപിതാക്കന്മാരാകട്ടെ സഹോദരങ്ങളാകട്ടെ മറ്റു കുടുംബ ബന്ധങ്ങളുടെ എല്ലാ ബന്ധങ്ങളും നമ്മൾ പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ നമ്മൾ എന്ത് കട്ടായി വൈഫൈ പോയെന്നതാണ്. ഹാലേലൂയ. നമ്മുടെ ലോകപരമായിട്ട് എല്ലാ ബന്ധങ്ങളും ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ കട്ടായി കഴിഞ്ഞു. കാരണം നമ്മൾ പുതിയ സൃഷ്ടിയായി.
പുതിയൊരു കുടുംബത്തിലെ അംഗമായി മാറി. ഹാലേ, പുതുതായിട്ട് വീണ്ടും ജനിച്ച്. ഹാലേ, എന്താ ഈ ലോകത്തിന്റെ അപ്പന്റെ അമ്മയുടെ മക്കളായി ജനിച്ച നമ്മൾ ഹാലേ സ്വർഗത്തിലെ പിതാവിന്റെ മക്കളായി മാറുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഹാലയില്ലേ ആമ, പിന്നെ നമ്മുടെ ബന്ധം മുഴുവൻ ഇവിടെയല്ല, സ്വർഗവുമായിട്ടായിരിക്കണം. നമ്മുടെ പൗരത്വം ഇവിടെയല്ല, സ്വർഗത്തിലാണെന്ന് ബോധ്യം വേണം. ഹാലയിലെ അപ്പൊ നമ്മുടെ മേൽ അപ്പോൾ ഹാലയിലെ നമ്മൾ വിശ്വാസത്തിലേക്ക് വരുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ മേൽ കർത്താവിന്റെ വിളി ഇന്നതാണ്, തിരഞ്ഞെടുപ്പ് ഇന്നതാണെന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന അന്നേരമായിരിക്കും. അല്ലെ? അതിന് മുമ്പ് നമുക്ക് ആർക്കെങ്കിലും അറിയാം നമ്മളെ കുറിച്ച് ഇന്ന വിളിയുണ്ട്, ഇന്നതാണ് തിരഞ്ഞെടുപ്പ് എന്നറിയില്ല. നമ്മളെ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടോ അല്ലെ ദൈവശബ്ദം കേട്ടിട്ടോ ഒക്കെ ആയിരിക്കും. ഹാലേലിയ. ഇന്നലെ ഞാൻ സാധാരണ ഇപ്പൊ ഈ ക്രിറ്റിസൈസ് വീഡിയോസ് ഹാലേലിയ ഗോസിപ്പ് വീഡിയോസ് ഒന്നും കാണാറില്ല. പക്ഷെ ദൈവമക്കളുടെ ഹാലേലിയ ഒരു അറിവിന് വേണ്ടി ഞാൻ പറയാം. ദൈവശബ്ദം ഓഡിയോ സൗണ്ടിൽ പല പ്രാവശ്യം കേട്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ദൈവം എന്നോട് സംസാരിച്ചു. പക്ഷേ ഇന്നലെ ഒരു ദൈവദാസൻ ഹാലേലിയ ദൈവം എന്നോട് സംസാരിച്ച ശബ്ദം എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം മൊബൈൽ റെക്കോർഡ് ചെയ്ത് അത് സഭയിൽ പ്ലേ ചെയ്ത് കേൾപ്പിച്ചിട്ട് പറയും ദൈവം പറഞ്ഞതാണെന്ന്. ഒരിക്കലും ദൈവശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ ഹാലേലിയ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പോലും അവർക്ക് കേൾക്കാൻ കഴിയില്ല. കാരണം ദൈവം വ്യക്തിപരമായി സംസാരിക്കുന്ന ശബ്ദം മറ്റുള്ളവർ കേൾക്കുന്ന ശബ്ദത്തിൽ അല്ല. ചിലപ്പോൾ നമുക്കത് ഇടിമുഴക്കം പോലെ തോന്നും. ഹാലയിൽ നമുക്ക് ചിലപ്പോൾ പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ തോന്നും. ഹാലയിൽ നമുക്ക് ചിലപ്പോൾ വളരെ വലിയ സൗണ്ടായിട്ട് തോന്നും, ചിലപ്പോൾ മൃദു ശബ്ദം. പക്ഷെ ഈ ശബ്ദം എത്ര വലുതാണെങ്കിലും അതിനെ ഒരിക്കലും ഒരു മൊബൈൽ റെക്കോർഡ് ചെയ്യാനോ എന്റെ തൊട്ടടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പോലും കേൾക്കാനോ കഴിയുകയില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ഓരോരുത്തർക്ക് ഈ ലോകത്ത് ഇന്ന് ആയിരിക്കുന്ന അനേക ജനത്തിന് അനുഭവം ഉള്ളപ്പോൾ ഒരു ദൈവദാസന് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അങ്ങനെ ഒരു ഫോഷ്ക്ക് കാണിച്ചാൽ അത് വെറും ഫോഷ്ക്ക് മാത്രമാണ്. അത് കേട്ട് ദൈവജനം അതിന് കൈയടിക്കുക, അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യരുത്. ഇന്ന് ജനം ദൈവമേ എത്രത്തോളം ജനത്തെ തെറ്റിക്കാൻ നോക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പലരിലൂടെ പല വൃതന്മാരെ പോലെ തെറ്റിച്ച് കളയുന്ന കാലഘട്ടമാണ് ഇതെന്ന് ദൈവകൃപയിൽ നന്നായി ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു ദൈവദാസന്റെ ഭാഗത്തുനിന്ന് ഈ തെറ്റ് വന്നേക്കുന്നത്. അത് എന്തിനു വേണ്ടി എന്ത് ലക്ഷ്യത്തോട് ചെയ്താലും അത് ഫോഷ്കാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. ഇപ്പൊ സാറാമസ്റ്റർ ഞാനും കൂടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ ദൈവശബ്ദം ഓഡിയോ സൗണ്ട് കേൾക്കുന്ന എന്റെ തൊട്ടടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് എന്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുക സാറാമസ്റ്റർക്ക് അത് കേൾക്കാൻ കഴിയില്ല. ഹാലേലിയ. പിന്നെ എങ്ങനെ ഞാൻ മൊബൈൽ റെക്കോർഡ് ചെയ്യുന്നേ? ഒരിക്കലും ദൈവത്തിന്റെ ശബ്ദം നമുക്ക് മീഡിയയിൽ റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഹാലേലൂയ. അപ്പൊ എനിക്കത് കണ്ടപ്പോ ഒത്തിരി സങ്കടം. ഞാൻ സാധാരണ ഇപ്പൊ എനിക്കിങ്ങനെ ഒരു വ്യക്തി അയച്ചിട്ട് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നത് കാണാൻ പറഞ്ഞിട്ട് അത് കേട്ടപ്പോ എനിക്ക് ആപ്പടി ഞെട്ടലുണ്ടായിപ്പോയി. കാരണം വെച്ചാൽ ഇതുവരെ ഈ ലോകത്തിൽ ആരും ചെയ്ത് കണ്ടിട്ടില്ലാത്തൊരു കാര്യം എന്ത് ഉദ്ദേശത്തോടെ ചെയ്താലും അത് വളരെ നമ്മൾ വളരെ ലജ്ജാകരവും വളരെ ദയനീയവുമായി പോയെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ കാലത്ത് ദൈവശബ്ദം ഹാലേലിയ ഇല്ലാത്ത കാലഘട്ടം, ഇരുണ്ട കാലഘട്ടം ഒന്നുമല്ല. അനേകര ദൈവം തന്റെ ശബ്ദം കേൾപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ആലോചിച്ചു. ഹാലേലിയ. ആ സമയത്താണ് സംഭവിച്ചത്. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ അരുളപ്പാട് നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് പറയുമ്പോൾ നമുക്കറിയാം ഓരോ സമയത്തും ദാവീദിനോട് പ്രവാചകൻ വഴി സംസാരം ദാവീദ് അത് കേൾക്കുന്നില്ല. ദാവീദ് കൂടെ നിൽക്കുമ്പോഴായിരിക്കും ഇത് പറയുന്നത്. നമുക്കറിയാൻ മനസ്സിലാവും. അപ്പൊ ദാവീദിനോട് ഈ പ്രവാചകൻ പറയുമ്പോൾ മാത്രമാണ് അവരത് കേൾക്കുന്നത്. അല്ലേ? എന്താ പിന്നെ ദൈവം വൈകര ഒച്ചത്തിൽ പറയുകയാണെങ്കിൽ അവർക്കും കേട്ടാ പോരായിരുന്നോ? പിന്നെ എടുത്ത് പ്രവാചകൻ പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. നീ ചെന്ന് അവനോട് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ മുമ്പിൽ നിൽക്കുമ്പോ തന്നെ എഫോദുമായി വരിക എന്ന് പറയാം. അങ്ങനെ അരുളപ്പാട് ചോദിക്കുമ്പോഴൊക്കെ ദൈവം സംസാരിക്കുന്ന വ്യക്തിയോടാണ് ദൈവം സംസാരിച്ചത്. സമൂഹത്തോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ ദൈവം സമൂഹത്തോട് സംസാരിക്കും. അതൊരിക്കലും ഒരാളോട് പറഞ്ഞിട്ട് നീ ചെന്നിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ട് കേൾപ്പിക്കാനല്ല, നീ പോയി പറ എന്ന ദൈവത്തിന്റെ നാവായിരിക്കാനാണ് നമ്മളെ വിളിച്ചത്. ദൈവത്തിന്റെ വായായിരിക്കാനും വിളിച്ചിരിക്കുന്നത്. ഹാലേലി. അല്ല ദൈവശബ്ദം ഹാലേലി മൊബൈൽ റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പൊ ദൈവശബ്ദം നമ്മുടെ മേൽ വന്നത് ഇന്നല്ല, നമ്മൾ ജനിച്ചതിന് ശേഷമല്ല, നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷമല്ല. ഹാലേലൂയ. ആമേൻ. യോഗസ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ മേലുള്ള ഒരു നിയോഗം കിടപ്പുണ്ട്. ശലോമന്റെ മേൽ ദൈവത്തിന് വേണ്ടി ആലയം പണിയാൻ നിയോഗം കടന്നതുപോലെ അത് വന്ന് വീണതുപോലെ നമ്മുടെ മേൽ ഇന്നലെ ദേവദാസന്റെ മീറ്റിംഗിൽ നമ്മുടെ ഉപവാസ പ്രവർത്തനം അത് നമുക്ക് റെക്കോർഡ് ചെയ്തെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ മെസ്സേജ് ആർക്കും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു യൂട്യൂബിൽ. അതുകൊണ്ട്
പറയാണ് അവിടെ പറഞ്ഞ കാര്യം. ഹാലേലിയ ആമേൻ. ഞാൻ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ള വിഷയമാണ് ഹാലേലിയ. ആമേൻ. ലേവ്യ പുസ്തകത്തിൽ നിന്ന് ആലയത്തിലെ തീ കെട്ടുപോകാതെ എന്നും അതിരാവിലെ പ്രവാചക എന്ന് പറയാ ഹാലേലിയ പുരോഹിതന്മാർ വിറകടുക്കി കത്തിച്ചുണ്ട്. അപ്പൊ അതിന്റെ തൊട്ടടുത്ത വാക്യാണെന്നല്ല ദേവദാസൻ എടുത്തത്. 13-ാം വാക്യത്തിനകത്ത് പറയുന്നത് ആമേ ഹാലേ ആ തീ എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മുടെ മേൽ പകരപ്പെട്ടൊരു തീ അത് കത്തിക്കൊണ്ടേയിരിക്കണം, അത് അണഞ്ഞു പോകരുത്. അത് അപ്പൊ ഈ വചനം എന്നോടൊന്ന് ഇടപെട്ടെ. കാരണം എന്റെ തീ ഹാലിലെ കുറച്ചൊക്കെ ഹാലിലെ അതിന്റെ ആ ബലം കുറച്ചൊക്കെ കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഹല്ലേലൂയ. കാരണം വെച്ചാൽ നമ്മളുടെ മേലുള്ള ആ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആ ഉദ്ദേശത്തിൽ, ദൈവം വിളിച്ച ഉദ്ദേശത്തിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ തീയുടെ ബലം കെട്ടുപോയി കഴിഞ്ഞാൽ, അണഞ്ഞു പോയി നിൽക്കുന്നതിൽ നിന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഉദ്ദേശത്തിലേക്ക് എത്താൻ കഴിയില്ല, ദൈവത്തിന്റെ പർപ്പസിലേക്ക് എത്താൻ കഴിയില്ല. കാരണം ആത്മാവിന്റെ തീയാണ് നമ്മളെ ശക്തീകരിക്കുന്നത്. നമ്മുടെ മേൽ ഉണ്ടത്, പക്ഷേ അത് ഓരോ ദിവസവും അതിനെ ഊതി കത്തിക്കുക എന്നുള്ള, ആളെ കത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, അല്ലേ? എനിക്ക് വേണ്ടി ഇപ്പം വീന സിസ്റ്റർ എത്ര പ്രാർത്ഥിച്ചാലും, ആമേ സാറാമ സിസ്റ്റർ എത്ര പ്രാർത്ഥിച്ചാലും, എന്റെ മേൽ കിടക്കുന്ന തീ കത്തണമെങ്കിൽ ഞാൻ തന്നെ പ്രാർത്ഥിക്കണം, ഞാൻ തന്നെ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങണം. എന്റെ ജഡത്തിന്റെ ഇഷ്ടങ്ങളെ ഞാൻ മാറ്റണം. ഹാലയില് ആമീൻ. ജഡത്തെ നമ്മൾ ആമീൻ പിടിച്ച് അടക്കണം. ഹാലയില് എന്നാൽ മാത്രമേ നമുക്ക് ആ ഉദ്ദേശത്തിലേക്ക്, ദൈവം വിളിച്ച വിളിയിലേക്ക് എത്തത്തുള്ളൂ. ഇവിടെ ശലോമോൻ രാജാവിന് ദാവീദ് തന്നെ സകലതും ആലയം പണിയായിട്ട് ഒരുക്കി വെച്ചിരുന്നു. ആലയത്തിലെ പണി ശലോമോൻ വന്ന് രാജാവായതിനു ശേഷം ആലയം പണി, ആലയം ഡെഡിക്കേറ്റ് ചെയ്ത ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഹാലേലൂയ. അപ്പൊ അവിടെ നമ്മൾ കാണുന്ന വെച്ചാൽ ദാവീദിന്റെ ആ കാലത്ത് പറഞ്ഞ ഒരു വാക്തത്വം ശലോമോന്റെ കാലത്ത് ആമേ നിവർത്തീകരിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നത്. ആ മാനുഷ്യമായിട്ടുള്ള ഇപ്പൊ നമുക്ക് ആലയം പണിയായിട്ട് ഇപ്പം ആരെ കൊണ്ട് വേണമെങ്കിലും പണിയിക്കാവുന്നതൊക്കെ, അല്ലേ? കാണാൻ വെച്ച് കഴിഞ്ഞാല് ആരെ കൊണ്ടുപോയാലും കാശും പണവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ആലയമൊക്കെ പണിയാൻ പറ്റുമായിരിക്കും. പക്ഷേ ദൈവത്തിന് വേണ്ടിയിട്ടൊരു ആലയം പണിയണം, ദൈവത്തിന്റെ ഹിതപ്രകാരം പണിയാൻ ദൈവം കണ്ടവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അന്ന് ശലോമന്റെ മേൽ ദാവീദ് ആഗ്രഹിച്ച് ദൈവത്തിന് വസിക്കാട്ട് ആലയം പണിയണമെന്ന്. ഇന്ന് നമ്മൾ ദാവീദിന്റെ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ ദൈവത്തിന് വസിക്കാനുള്ള ആലയം നമ്മൾ ഓരോരുത്തരുമാണ്. അനേക ആലയങ്ങൾ പണി. ഞാൻ ഇന്നലെ ദേവദാസൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞ കാര്യം, കർത്താവിന്റെ മേശയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും പോയിട്ട് പന്നും മുന്തിരിച്ചാർക്ക് കുടിക്കാനായിട്ട്, ബാക്കി വരുന്ന കുടിക്കാനായിട്ട് ആവേശം കാണിക്കേണ്ട പോയി തിന്നപ്പോഴത്തെ ആലോചിക്കണം, ഇത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് മറ്റൊരു വ്യക്തി ഇതിന് പങ്കാളിയാകാൻ ഇപ്പോൾ കഴിയാത്തതുകൊണ്ടാ ഇത് ബാക്കി വന്നത്. ഇത് ഞാൻ എടുത്ത് തിന്നുമ്പോൾ എന്റെ മേലെ ഉത്തരവാദിത്തം കൂടെ നേരുകയാണെന്ന് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് സാധാരണ ആൾക്കാർ അത്രയൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഇതെടുത്ത് തിന്നുന്നത്, വാരി വലിച്ച് തിന്നുന്നത് അല്ല. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ സ്തോത്രം. ഇത് അനേകർ അത് കാണിക്കുന്ന കർത്താവിനെ വരവ് ആമേനെ കുറിച്ച് അനേകർ ഇതിന് പങ്കാളികളാകേണ്ട അനേകർ ഇനിയും പുറത്ത് നിൽക്കാന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ ആലയങ്ങൾ അനേകർ പണിയപ്പെടാതെ ആലയങ്ങൾ കിടക്കുന്നതിനെ പണിയാനായിട്ട് നമ്മുടെ മേലൊരു നിയോഗമുണ്ട്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ മനുഷ്യരെയും ദൈവത്തെയും തമ്മിൽ നിരപ്പിക്കാനുള്ള നിരപ്പിന്റെ ശുശ്രൂഷ അത് നമ്മുടെ മേൽ കിടക്കുക. ഹല്ലേലൂയ. അപ്പൊ അവിടെ ശലോമോൻ പണിഞ്ഞത് 40 വർഷം കൊണ്ട് അതിമഹത്തായ എത്രത്തോളം വലിയ ഒരു ആലയം പണിത്. പക്ഷെ അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൊളിഞ്ഞു പോയെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെ കൊണ്ട് ദൈവം പണിയിപ്പിക്കുന്ന ആലയങ്ങൾ, നമ്മളാകുന്ന ആലയങ്ങൾ, അതിനെ തകർത്ത് കളയാനായിട്ട് ഒരു നെബൂഖദ്നേസറിന് ഒരു മറ്റുള്ള ശക്തികൾക്കും പറ്റുകയില്ല. ആകപ്പാട് പറ്റുന്ന ആർക്കാന്നറിയാമോ? ഈ ആലയം തകരണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മളാകുന്ന ആലയങ്ങൾ ശക്തമായിട്ട് പണി കേടുപാട് വരാതെ ശത്രുവിനെ അപഹരിക്കാൻ കഴിയാതെ, ശത്രുവിനെ തൊടാൻ കഴിയാതെ നിൽക്കണമെങ്കിൽ നമ്മുടെ തീ കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ ശലോമോന് വേണ്ടി പിതാവ് ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി വെച്ചു. സ്വർണം കൂട്ടി വെച്ച്, താമര നമുക്കറിയാം, വെള്ളിക്കല, സകല കാര്യങ്ങളും ഒരുക്കി വെച്ച്, കല്ലുകൾ വരെ ചെത്തി വെച്ച് എല്ലാം ചെയ്ത് ദാവീദിന് പണിയാൻ പറ്റുന്ന ദാവീദ് സകലം സ്വരുക്കൂട്ടി വെച്ചു. എന്നുവെച്ചാൽ ദാവീദിന്റെ ഉള്ളിലെ ആഗ്രഹം അത്രത്തോളം വലുതായിരുന്നു, ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയുന്നുണ്ട്. അപ്പൊ ദാവീദ് വേണ്ട സകലം ഒരുക്കി വെച്ചു. അപ്പൊ നമ്മുടെ ഹൃദയത്തിലും ഇതുപോലൊരു ആഗ്രഹം വേണം. ചില ആലയങ്ങൾ പുതിയ പുതിയ ആലയങ്ങൾ പണിയത് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ട സാഹചര്യങ്ങളെല്ലാം സ്വരുക്കൂട്ടി വെക്കണം എന്നുള്ളതാണ്.
അതേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ, സ്തോത്രം. നമ്മൾ എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് ഹലെ. ഞാൻ നമ്മളെപ്പോഴും വചനം സംസാരിക്കുമ്പോൾ ഹലെ, അത് നമ്മളോട് തന്നെ സംസാരിക്കുന്നത്, നമ്മളോട് തന്നെ ചോദിക്കുന്ന ഹലേലിയ. അപ്പൊ ആ ഒരു ആമേ ഹലെ, ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഉപദേശമല്ല. ഞാനൊരു വചനം പറയുമ്പോൾ എന്റെ ദൈവം എന്നിലൂടെ ഒരു വചനം, ഇത് ആദ്യം എന്നോടുള്ള ഉപദേശമായിട്ടാണ് ഞാൻ കരുതുന്നത്. അല്ലേ? എന്നിട്ടത് മറ്റുള്ളവരിലേക്ക്, അല്ല മറ്റുള്ള അല്ലാതെ എല്ലാവരും ബാക്കിയുള്ളവരെല്ലാം കുറ്റക്കാരൻ, ഞാൻ മാത്രം നല്ലതൊന്നും അല്ല. ഒരിക്കലും ദൈവം അങ്ങനെ നമ്മളോട് വചനം എടുത്ത് നമ്മളുടെ വായിന്ന് വരുന്ന എല്ലാ വചനവും ആമേ കർത്താവ് ആദ്യം നമ്മളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മേലൊക്കെ കിടക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഹലെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഹലെ. ഇവിടെ ശലോമൻ രാജാവ് ഒരു ആലയം പണിതിനെ കുറിച്ച് ഒത്തിരി ആമേ വിശദമായിട്ടൊക്കെ എഴുതിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് ഹലെ. ഈ ആലയത്തിന്റെ പണിയെക്കുറിച്ചും അപ്പൊ അതിന്റെ ഓരോ ഭാഗങ്ങളെ കുറിച്ചും ഹലയൊക്കെ. പക്ഷെ നമുക്ക് അതിനുമേൽ ഒന്നും ഹലെ നമ്മുടെ ദൃഷ്ടി പോകേണ്ട കാര്യമില്ല ഹലെ. ഈ ആലയം ഹലെ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ദൈവം തന്നെ പറയുന്നുണ്ടല്ലേ ഹലെയ. ഞങ്ങളൊക്കെ എന്റെ വാക്ക് കേട്ട് അനുസരിച്ച് കൽപ്പനകൾക്ക് പ്രമാണിച്ച് ഈ ആലയം എന്നേക്കും നിലനിൽക്കും. ഇല്ലെങ്കിൽ ജാതികളുടെ മുമ്പിൽ എന്തായി പോവെന്ന് പറഞ്ഞേക്കുന്നത്. ഇത് ജാതികൾ തന്നെ ചോദിക്കുന്നത് എന്താ ഇപ്പൊ ഇങ്ങനെ വന്നതെന്ന് ചോദിക്കാൻ പറയും, ജനം എന്നെ കേട്ട് അനുസരിക്കാത്തതുകൊണ്ട് ഞാനിങ്ങനെ വരുത്തിയിരിക്കുന്നു പറയുന്ന രീതിയിലേക്ക് വരുമെന്ന് പറഞ്ഞല്ലേ. നമ്മൾ നോക്കിയിട്ട് ഇത് തന്നെയായിരിക്കും പറയുന്നത്. എന്താ ഇവക്കിപ്പൊ ഇങ്ങനെ, എന്താ ഇവളിങ്ങനെ പോയത് ഹാലിയ, എന്താ ഇവള് തെറ്റിപ്പോയത് ഹാലി, എന്താ ഇവള് ഹാലി ഇതുപോലെ ഫോഴ്സ്ക്ക് പറയാൻ തുടങ്ങിയത്. ആമ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രമാണങ്ങളെ വിട്ടിട്ട് ഹാലിലിയ സ്വന്തമായിട്ടുള്ള ഹാലിലിയ ആമ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെ, ഞാൻ മറ്റുള്ള ജാതികളുടെ മുമ്പ് ദൈവം എന്നെ ചൂണ്ടിയിട്ട് പറയും ഹാലിലിയ ഇവൾ എന്റെ കൽപ്പനകൾ പ്രമാണിക്കാതെ ഇരുന്നത് കൊണ്ട് ഹാലിലിയ ആമേൻ ഹാല ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയെന്ന് പറയും. ഹാലിലിയ. ഇന്ന് ഹാലെ നമ്മൾക്ക് പലരും പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ വേദന തോന്നുന്നതിന്റെ കാര്യം, അവരെയൊക്കെ ദൈവം എത്ര ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നതും ഉപയോഗിക്കാൻ സാധ്യതയുള്ള, പക്ഷെ എന്നിട്ട് എന്തിനൊക്കെ വേണ്ടിയിട്ട് അവർ ഹാലയില് അതിനകത്തൊക്കെ വെള്ളം ചേർക്കാൻ തുടങ്ങുന്നു. ദൈവം കൊടുത്തിന് സത്യമായ വചനത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നത്. ആ വീഡിയോ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഹാലേലിയ ആമീൻ ഹാലേ, സഭയിലേക്ക് ചൈത്തും ഹാലേലിയ ഇവിടേക്ക് പൈസയും തരണ്ട എന്ന് ആരെങ്കിലും ഉപദേശിച്ചു കഴിഞ്ഞാൽ, ഈ സഭയിൽ ആരെങ്കിലും പറഞ്ഞ ഞാൻ നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹങ്ങളെ യേശുവിന്റെ നാമത്തെ ക്യാൻസൽ ചെയ്ത് ബ്ലോക്ക് ചെയ്യണം. ഏത് ആത്മാവിനാ പറയാൻ കഴിയുന്നത്? ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞ അടുത്ത വാക്കാണ്, ഞാൻ അപ്പോസ്തലനാണ്, ഞാൻ പറഞ്ഞാൽ വിസ വരുമെങ്കിൽ, ഞാൻ പറഞ്ഞ ക്യാൻസർ മാറുമെങ്കിൽ, ഞാൻ പറഞ്ഞ ശാപവും ഫലിക്കുമെന്ന്. ഹല്ലേലൂയ. അതിനുശേഷമാണ് ദൈവത്തിന്റെ ശബ്ദമാണെന്ന് പറഞ്ഞു ഒരു ഓഡിയോ ക്ലിപ്പും കൂടെ കേൾപ്പിച്ചു. ഹല്ലേലൂയ. ആമേ ഇങ്ങനെ അതും പറയുന്ന നല്ല കാര്യമല്ല ദൈവത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞ് കേൾപ്പിച്ചു. അതും ഇതുപോലെ ഒരു ശാപവാക്ക് തന്നെയാണ് ഹല്ലേലൂയ പറയുന്നത്. ആമേ ദൈവത്തിന്റെ ആത്മാവ് എവിടെയെങ്കിലും വേദപുസ്തകം ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വല്ലതും പരിശോധിച്ചാൽ എവിടെയെങ്കിലും ദൈവാത്മാവ് ശപിച്ചതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ആരുടെയെങ്കിലും അനുഗ്രഹത്തെ ഇന്ന് ഞാൻ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും അനേക രോഗികൾ, പക്ഷെ നമ്മളെപ്പോഴും പറയുന്ന കാര്യം, നമ്മുടെ ഉള്ളിൽ ദൈവം തന്ന ബോധ്യം എന്താന്ന് വെച്ചാൽ എന്റെ ശക്തിയാലും എന്റെ കഴിവിനാലും അല്ല, എനിക്ക് ഒരു കഴിവുമില്ല. ഞാൻ എത്രയൊക്കെ തല കുത്തിക്കിടന്ന് ഇവിടെ നിന്ന് പറഞ്ഞാലും സറാമസ്ര നിങ്ങളുടെ മൂക്കിപ്പനി പോലും മാറത്തില്ല. ദൈവം പറയാതെ ദൈവം ചെയ്യാതെ എനിക്ക് ഒന്നും കഴിയയില്ല എന്നൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. അത് കുറച്ചു നാൾ കഴിയുമ്പോൾ മാറിപ്പോകുന്നു. ഞാനെന്ന പാവത്തിലേക്ക് വരിക ഞാൻ. ഹല്ലേലൂയ. എന്തുകൊണ്ടാ പുള്ളി പറയാ രോഗം ക്യാൻസർ മാറും വിസ വരുമെങ്കിൽ പുള്ളിക്ക് അങ്ങ് പറയാന്നില്ലേ കോവിഡ് അങ്ങ് മാറിപ്പോട്ടെന്ന് പറയാറുണ്ടല്ലേ? എന്താ പറയാൻ പറ്റാതിരുന്നത്? എന്താ പറഞ്ഞിട്ട് മാറാതിരുന്നത്? ദൈവം പറയാത്തത് എന്ത് പറഞ്ഞാലും നമ്മൾ പറയാൻ മാറത്തില്ല. ദൈവം കൽപ്പിക്കാത്ത എന്ത് കാര്യം നമ്മൾ ചെയ്യാൻ നോക്കലും നടക്കത്തില്ല. ഹല്ലേലൂയ. എത്രയോ ക്യാൻസർ രോഗികൾ ഈ പറയുന്ന ആൾക്കാരുടെ ഇടയിലൊക്കെ മരിച്ചു വീഴുന്നു. അതെന്താ ആരും പറയാത്തത്? ഞാൻ പറയും ഇപ്പൊ എന്താണ് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ആസിസിൽ അനേകം ക്യാൻസർ രോഗികൾ കിടപ്പുണ്ട്. നമ്മുടെ പ്രാവശ്യം എല്ലാവരും സൗഖ്യമാകത്തൊന്നുമില്ല സിസ്റ്ററെ. പക്ഷെ ദൈവം മുന്നമേ ഒരു സൗഖ്യത്തെ കൽപ്പിച്ചവരുടെ മുമ്പിൽ ഈ അപ്പോസ്തലനും പ്രവാചകനും ആ ശുശ്രൂഷകനും ഒന്നും പോണ്ട, ഒരു ചെറിയ കുഞ്ഞു ഒന്ന് പോയി പ്രാർത്ഥിച്ചാലും ആ നിമിഷം രോഗം മാറും. അതാണ് യാഥാർത്ഥ്യം. അവിടെ നമ്മുടെ കൃപാവരങ്ങളും ഒന്നും അല്ല വേണ്ടുന്നത്. ഹല്ലേലൂയ ആമേൻ. അവിടെ ദൈവത്തിന്റെ ആ അപ്പോയിന്റഡ് ടൈം ആയിരിക്കണം എന്നുള്ളതാണ്.
ആ പോയിന്റ് ടൈമിൽ നമ്മൾ പ്രാർത്ഥിച്ചത് മാറും. അല്ലാതെ നമ്മൾ ഇവിടെ എത്രയോ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാവരും സൗഖ്യമാകുന്നു. പക്ഷെ കർത്താവ് യേശുക്രിസ്തു പ്രാർത്ഥിച്ച ആമേ പക്ഷെ അവിടെയൊക്കെ കർത്താവ് യേശുക്രിസ്തു പ്രവർത്തിച്ചത് മുഴുവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാൻ വേണ്ടി കർത്താവിന്റെ മനസ്സലിവ് പ്രകടിപ്പിക്കുക ചെയ്തു. ആമേൻ. നമ്മളിലൂടെ നടക്കുന്ന ശുശ്രൂഷ ഒരിക്കലും നമ്മുടെ പേര് ഉയർത്തുവാനുള്ളതല്ല, ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിക്കേണ്ടതിന് വേണ്ടിയിട്ടുള്ളതാണത്. അങ്ങനെ തന്നെ എഴുതിയേക്കുന്ന മാർക്കോസിന്റെ സുവിശേഷം വായിച്ചാൽ പറയാം, ഞാൻ നിങ്ങളോട് കൂടെ ഇന്ന് പ്രവർത്തിക്കും, എന്നിട്ട് ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിക്കും. കർത്താവ് നമ്മളോട് കൂടെ കർത്താവ് പറഞ്ഞ വേലയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ കർത്താവ് നമ്മളോട് കൂടെ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിക്കാനും അനേകരെ രക്ഷയുടെ സന്തോഷം അറിയിക്കാനും വേണ്ടിയിട്ടാണ്. അത് വെച്ച് നമുക്ക് മാർക്കറ്റ് ചെയ്യാനല്ല, കച്ചവടം ചെയ്യാനല്ല. ഹല്ലേലൂയ. ഒത്തിരി സങ്കടം തോന്നിയത് കണ്ടപ്പോഴത്തേക്കും. ഹല്ലേലൂയ. ഒരിക്കലും ആ മനുഷ്യന്റെ വായുന്നത് വരാൻ പാടില്ലായിരുന്നു. ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ച്, ഇത്രത്തോളം നടത്തി, ഇത്രത്തോളം ഉയർത്തി. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് നിന്ന ഒരു മനുഷ്യന്റെ വായുന്ന ഇത് വന്നത്. അപ്പൊ പിശാചിനെ ഞാൻ പറയാം, ഇത് ആരും ഞാൻ കുറ്റം പറയല്ല. പിശാച് എത്രത്തോളം വൃതന്മാരെ പോലും തെറ്റിച്ചുകളെന്ന കാലഘട്ടം അന്ത്യകാലം എന്ന് നമ്മൾ വായിക്കാറുണ്ടല്ലേ. അതിനൊരു എക്സാമ്പിൾ ആണിത്. ഭയത്തോടു കൂടി നിൽക്കുന്ന ദിവസം നമ്മൾ നിൽക്കുമ്പോൾ ഇവിടെ ശലോമൻ ആലയമൊക്കെ പണിഞ്ഞ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തം ജനിക്കുന്നതിന് മുമ്പേ തലയിൽ വീണ മനുഷ്യൻ, പക്ഷെ എത്രത്തോളം അത് കീപ്പ് ചെയ്ത് മുൻപോട്ട് പോകാൻ പറ്റി. ദൈവം എന്തൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്തു കൂട്ടി. അവസാന കാലത്ത് ബോധം വന്നപ്പോൾ എഴുതിയതാണ് സഭാപ്രസംഗം. ഹല്ലേലൂയ. സകലതും മായ എന്ന് എഴുതാനുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഹല്ലേലൂയ നമ്മൾ സുബോധത്തോടെ ജീവിക്കണം. നമ്മൾ സുബോധത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പലതിലേക്കും അറിയാണ്ട് വീണു പോകും. അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും പറഞ്ഞു, കർത്താവെ സുബോധത്തിന്റെ ആത്മാവിന് എന്റെ മേൽ. കർത്താവ് പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് സുബോധത്തിന്റെ ആത്മാവാണ്. അത് നഷ്ടപ്പെട്ടു പോകാൻ ഇടയാക്കില്ല. ദാവീദിന് മേൽ അത് പോയിട്ട് ദാവീദ് അത് അറിഞ്ഞത് പോലുമില്ല. കാരണം സുബോധം നഷ്ടപ്പെട്ട മനുഷ്യൻ എന്തൊക്കെ ചെയ്തു കൂട്ടി. വല്ലവന്റെയും ഭാര്യയെ കണ്ടു മോഹിച്ചെന്ന് മാത്രമല്ല, അതിനെ വിളിച്ചു കൊണ്ടുവന്നത് മാത്രമല്ല, അയാൾ ഭർത്താവിനെ കൊന്നു കളഞ്ഞാലും ഇടയായി. എന്നിട്ട് അതവരെ സ്വന്തമാക്കാൻ. ഇതൊക്കെ സുബോധമുള്ള മനുഷ്യൻ ചെയ്യത്തില്ല. സുബോധം നഷ്ടപ്പെടുമ്പോഴത്തേക്കാണ്. കാരണം പരിശുദ്ധാത്മാവ് സുബോധത്തിന്റെ ആത്മാവ്. നമ്മൾ ഈ പരിശുദ്ധാത്മാവ് മാറി നിൽക്കുമ്പോഴാണ് ഹല്ലേലൂയ സുബോധം നഷ്ടപ്പെടുന്നത്. ദുരാത്മാവ് നമ്മളെ നയിക്കാൻ തുടങ്ങുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ട് പോകത്തില്ല. നമുക്കൊക്കെ സ്ഥിരമായ ആത്മാവിനെ തന്നിരിക്കും. എങ്കിലും പരിശുദ്ധാത്മാവ് സൈലന്റ് ആകുന്ന നിമിഷങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അവിടെയാണ് ഈ കൺഫ്യൂഷൻ ആൾക്കാർക്ക് വരുന്നത്. അവർ വിചാരിക്കും ഇപ്പോഴും ഞാൻ പരിശുദ്ധാത്മാവിനല്ല നിയന്ത്രിക്കപ്പെടുന്നില്ല. പരിശുദ്ധാത്മാവ് സൈലന്റ് ആയി മാറിയിരിക്കുമ്പോൾ മറ്റൊരാത്മാവ് നമ്മളെ നയിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഇവ കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് പുറത്തു വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആലയത്തിന്റെ പണിയെ കുറിച്ച് ഇവിടെ ഞാൻ ഇതടുത്ത് പോലെ ആലയത്തെ കുറിച്ച് പറയുന്നതൊന്നുമല്ല, ആ പ്രോമിസിനെ കുറിച്ച് പറയാൻ വേണ്ടി. ആ പ്രോമിസ് എപ്പോ വേണമെന്ന് ചോദിച്ചാൽ ശലോമോൻ ജനിക്കുന്നതിന് മുമ്പ്, ദാവീദ് ഉരിയാവിന്റെ ഭാര്യയാക്കുന്നതിന് മുമ്പ്, ഹല്ലേലൂയ അതിനൊക്കെ കാട്ടി മുന്നമേ വീണൊരു പ്രോമിസാണിത്. നിന്റെ സന്തതി ഹല്ലേലൂയ നിന്റെ കടിപ്രദേശത്ത് ഉത്ഭവിക്കുന്നവൻ നിന്റെ മകനെ കൊണ്ട് ഞാനത് പണിയിക്കുന്നു. അപ്പൊ നമ്മുടെ മേലൊക്കെ വീണ് കിടക്കുന്ന വാഗ്ദത്തം നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നപ്പോഴോ നമ്മുടെ പ്രാർത്ഥന തുടങ്ങിയപ്പോഴോ നമ്മൾ ഉപവസിച്ചപ്പോഴോ ഒന്നും നമ്മുടെ തലയിൽ വന്ന് വീണതല്ല. ഹല്ലേലൂയ നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ ഹല്ലേലൂയ വാഗ്ദത്തങ്ങളൊക്കെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, ഈ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ മേലുള്ളതാണ്. ആ വാഗ്ദത്തങ്ങളെ നമ്മൾ നിസ്സാരമായി കാണരുത്. ഹല്ലേലൂയ നമ്മുടെ മേലൊക്കെ ഒരു നിയോഗമുണ്ട്. നമ്മുടെ മേലൊക്കെ ഹല്ലേലൂയ ദൈവം തന്നിരിക്കുന്ന ചില വിളിയുണ്ട്, ചില തിരഞ്ഞെടുപ്പുണ്ട്. അത് മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ഇടയാകില്ല. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ക്ഷീണിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ സാഹചര്യങ്ങളും നമ്മുടെ പ്രതികൂല അവസ്ഥകളൊക്കെ ക്ഷീണിപ്പിച്ച് തന്നിട്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയുന്ന ആ ക്ഷീണങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് വീണ്ടും നിങ്ങൾ ഹല്ലേലൂയ എഴുന്നേൽക്കണം. ഹല്ലേലൂയ എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെ കുറിച്ച് ജാതികളുമാണ്, നിന്റെ മേലോ യഹോവ ഉദിക്കും. എത്രയൊക്കെ അന്ധകാരത്തിലാണെങ്കിലും നമ്മുടെ ചുറ്റുപാടും അന്ധകാരമാണെങ്കിലും ആമേ നമ്മുടെ മേൽ ദൈവത്തിന്റെ തേജസ് ഉണ്ട്. യോഹന്നാനെ പത്മോസിന്റെ ദ്വീപിൽ കൊണ്ടിട്ടപ്പോ സകല അന്ധകാരം ഇരുട്ടിപ്പിടിച്ച ഒരു ദ്വീപായിരുന്നെങ്കിലും അവിടെ കർത്തൃ ദിവസത്തെ ആത്മവിശ്വനായ മുട്ടും മുഴങ്കാൽ മടക്കിയപ്പോൾ ദൈവം ഇറങ്ങി വന്നതുപോലെ രാജാതി രാജാവും കർത്താതി കർത്താവുമായ സർവശക്തി ഇറങ്ങി വന്നതുപോലെ നമ്മുടെയൊക്കെ സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിൽ, നമ്മൾ എത്ര ഇരുട്ടിന്റെ കേദാർ കൂടാരങ്ങൾ നമ്മളെ കൊണ്ട് ഇട്ടാൽ പോലും അവിടെ നമുക്ക് പ്രകാശിക്കാൻ പറ്റും. ഒറ്റ കാര്യം മാത്രമേ നമ്മൾ എഴുന്നേറ്റാൽ മതി.
നമ്മൾ മനസ്സ് വെച്ചാൽ മതി. ഹാലേലിയ. ആമേൻ. ദൈവം നമ്മുടെ കൂടെ ഈ ദിവസങ്ങളിൽ ഹാലേലിയ. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുക എപ്പോഴും. ഹാലേലിയ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എനിക്ക് എല്ലാവർക്കും ഞാൻ ഭയങ്കര ക്ഷീണമായിരുന്നു. ഉറക്കമായിരുന്നു. ഹാലേലിയ. ഒന്നും പക്ഷേ ഹാലേലിയ ഇന്നലത്തെ വചനം ദൈവത്തിന്റെ ആത്മാ എന്നോട് ഇടപെട്ട് ഹാലേലിയ എന്റെ ആത്മാവിന്റെ തീ ഹാലേലിയ കുറച്ച് കെട്ടുപോ അല്ലെങ്കിൽ ബലം കുറച്ച് കുറഞ്ഞു പോയെന്ന് എനിക്ക് മനസ്സിലായി. ആ നിമിഷം ഒരു തീരുമാനത്തിലേക്ക് എത്തി നമ്മൾ. എവിടെയാണോ നഷ്ടപ്പെട്ടത്, എവിടെയാണോ കുറഞ്ഞത്, അത് കുറഞ്ഞു നിൽക്കാനല്ല ഹാലേലിയ. നമ്മളെ ദൈവം എത്രത്തോളം ആഗ്രഹിച്ച്, ദൈവം എത്രത്തോളം നമ്മുടെ മേൽ പകർന്ന് അതിനെ നിലനിർത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഞാനൊരു ചെറിയ ടെക്നിക്ക് മാത്രമേ ഇന്നലെ ചെയ്തുള്ളൂ. പിന്നെ സന്ധ്യ ആയപ്പോൾ ഹാലേലിയ ഇവിടെ എപ്പോഴും ഞാൻ പറയാം, സന്ധ്യക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. ടിവിയുടെ ഒച്ചയെന്ന് വെച്ചാൽ ഹാലേലിയ ഇവിടെ നിന്ന് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊച്ചല്ല അവിടെ സീരിയൽ എടുക്കുന്ന ഹാലേലിയ. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രാർത്ഥിക്കാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ റൂമിൽ കയറി ഹാലേലിയ ലാപ്ടോപ്പ് ഓൺ ആക്കി ഹാലേലിയ യൂട്യൂബിൽ കയറി കുറെ വർഷിപ്പ് സോങ്സ് അങ്ങോട്ട് വെച്ച് ഹാലേലിയ വെച്ചിട്ട് ഞാനിവിടെ കൂട്ടിരുന്ന് പാടാൻ ഹാലേലിയ. അവരോട് 2 മണിക്കൂർ 3 മണിക്കൂർ സീരിയൽ കണ്ട സമയം മൊത്തം ഞാൻ വർഷിപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു ഇരുന്നിട്ട് ഹാലേലിയ. അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ പവർ വ്യാപരിക്കുന്നത് ഞാൻ കണ്ട് ഹാലേലിയ. അറിയാണ്ട് നമ്മള് ഹാലേലിയ എവിടെയാണോ നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടോ കുറഞ്ഞു പോയെന്ന് തോന്നിയെടുത്ത് നമ്മൾ ഹാലേലിയ അവിടെയൊക്കെ നമ്മൾ എംപവർ ചെയ്ത് നമ്മൾ കണ്ടു. അതിനുശേഷം പ്രാർത്ഥിച്ചപ്പോഴാണ് ആത്മാവിന്റെ തീയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയത്. രാത്രി സർവസിസ്റ്റർ അറിയായിരിക്കും ഹാലേലിയ പ്രാർത്ഥിക്കുമ്പോൾ ഹാലേലിയ ഭയങ്കര ദൈവശക്തിയിലാണ് ഹാലേലിയ പ്രാർത്ഥിക്കുക. കാരണം എന്താ വെച്ചാൽ ദൈവത്തിന്റെ ഹാലേലിയ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ശക്തീകരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം നമ്മൾ വർഷിപ്പ് ചെയ്യാൻ ആരാധിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ അറിയാണ്ട് നമ്മുടെ ശക്തി നമ്മളിലേക്ക് വന്നു നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കണം ഈ ദിവസങ്ങളിൽ നമ്മളെ കുറിച്ചൊക്കെയുള്ള വിളി ചെറുതല്ല എന്ന്, തിരഞ്ഞെടുപ്പ് ചെറുതല്ല. നമ്മുടെ ഈ ഗ്രൂപ്പിനെ കുറിച്ച് പോലും ദൈവത്തിന്റെ ആമേ ദൈവം നമ്മളോട് പറഞ്ഞു പേഴ്സണലായിട്ട് വ്യക്തിപരമായി എന്നോട് സംസാരിച്ചുകൂടാതെ ദൈവദാസന്മാരിൽ അറിയിച്ച ഞാൻ ആദ്യം കേൾക്കാം ദൈവശബ്ദം. ദൈവം എന്നോട് പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങാൻ പറഞ്ഞത് 2017 ഹാലേലിയ. അന്ന് വെറും ഇന്റർനാഷണൽ പ്രെയർ ഫെലോഷിപ്പ് എന്ന് മാത്രമേ ഞാൻ ഇട്ടിരുന്നുള്ളൂ. ഇപ്പുറത്തുള്ള പേര് ദൈവം എനിക്ക് തന്നിരുന്നില്ല ഹാലേലിയ. പേര് തന്ന 2020 ഹാലേലിയ. അപ്പം അതിനു മുമ്പ് ഹാലേലിയ ബേഡ നൽകുക. അപ്പം അത് ദൈവം തന്നെ പറഞ്ഞ പേരാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ ദൈവശബ്ദം കേൾപ്പിച്ചത്. പക്ഷെ അന്ന് ദൈവം എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട് ഫ്രം എ സ്മോൾ ഡ്രോപ്പ് ടു ആൻ എൻഡ്ലെസ് സീ. ഈ ഗ്രൂപ്പിന് നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിന് ദൈവം കണ്ടിരിക്കുന്ന സ്വപ്നം അതാണ് ഒരു ചെറിയ ഒരു തുള്ളി വെള്ളത്തിൽ നിന്ന് അവസാനിക്കാത്തൊരു കടല് പോലെ ഞാനത് കാണുന്നുണ്ട്. എന്റെ വിഷ്വലൈസ് ചെയ്ത് ഇങ്ങനെ കാണിച്ച നമ്മൾ കണ്ടത് ഇങ്ങനെ ജെംസിന്റെ മിഠായി ഇല്ല ഇങ്ങനെ പല പല കളറ്. അതിങ്ങനെ ഒരെണ്ണം വന്ന് വീണ്, 2 വന്നു വീണ്, 3, പിന്നെ അതിങ്ങനെ അങ്ങ് കാണാൻ പറ്റാത്തത്ര ഹാലേലുയ അകലത്തിലേക്ക് അതിങ്ങനെ വന്ന് വീണുകൊണ്ടേയിരിക്കുക കൂടിക്കൊണ്ടേ. അപ്പം ഒരു മൾട്ടിപ്പിൾ നാഷണാലിറ്റി ആയിരിക്കുന്ന ഡിഫറെന്റ് പ്ലേസസിലായിരിക്കും. അതുപോലെ കര കാണാത്തൊരു കടല് പോലെ ദൈവത്തിന്റെ സ്വപ്നം അത് എന്നെ കാണിച്ചതും എന്നോട് സംസാരിച്ചത് ആ ശബ്ദവും എന്നെ കേൾപ്പിച്ചത് പക്ഷെ നമ്മൾ ആ സ്വപ്നത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. നമ്മളിപ്പോഴേ കുറച്ച് ആൾക്കാരെ വെച്ച് നമ്മൾ പറയുന്ന കർത്താവേ കുറച്ചു പേരൊക്കെ മതി ഹാലേലിയ അധികം ഇല്ലേലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഞാൻ തന്നെ എപ്പോഴും പറയാം ചെറിയ ഗ്രൂപ്പ് എന്ന് പറയുക ഇപ്പൊ ആരോ എന്നോട് പറയും ഇനി അങ്ങനെ പറയരുന്ന് പറയും. എന്നിട്ട് നമ്മൾ അറിയാതെ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടൊക്കെ ഹാലേലിയ ദൈവത്തിന്റെ സ്വപ്നം നമ്മൾ ഇടയ്ക്ക് എവിടെയോ മറന്നുപോയി. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സ്വപ്നം അത് നമ്മൾ ദാവീദ് അതിനെ കുറിച്ച് ദൈവം പറഞ്ഞു ദൈവത്തിന്റെ ദാവീദ് ദൈവം പറയുന്നതും ആലയം പണിയെന്ന് ആഗ്രഹിച്ചു. ദൈവം പറഞ്ഞിട്ടല്ല ദാവീദിന് ആലയം പണിയാൻ മോഹം തോന്നുന്നത് ഹാലേലിയ നമ്മുടെ ഉള്ളിലും അതുപോലെ അനേക ആലയങ്ങൾ പണിയാൻ ദൈവം പറഞ്ഞിട്ടല്ല ദൈവം പറഞ്ഞിട്ട് പോലും ചെയ്യാതെ നമ്മൾ ഇരിക്കുകയാണ് ദൈവം പറയാതെ തന്നെ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന മക്കളായി മാറണം. നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം ഹാലേലിയ ശലോമോന്റെ മേൽ വാഗ്ദത്തം വന്ന് വീണതുപോലെ നമ്മുടെ മേൽ വന്ന് വീണ വാഗ്ദത്തങ്ങൾ നമ്മൾ രക്ഷിക്കപ്പെട്ടോ സ്നാനപ്പെട്ടോ ഉപവസിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഒന്നുമല്ല ഹാലേലിയ. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ കണ്ടത് നമ്മളെ തിരഞ്ഞെടുത്തതുമാണ് അതുകൊണ്ട് ആ ദൈവത്തിന്റെ ആ തിരഞ്ഞെടുപ്പ് ഒരിക്കലും നിഷ്ഫലമായി പോകരുത്. നമ്മുടെ മേലുള്ള നമ്മുടെ മേലുള്ള സകല വാഗ്ദത്തങ്ങൾ നമുക്ക് നിവർത്തീകരിക്കണം. അതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ ഉദ്ദേശിച്ചല്ല നമ്മളെ കൊണ്ട് തന്നെ നമുക്ക് തന്നെ ചെയ്തു തീർക്കണം ഹാലേലിയ. നല്ല പോർ ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് ജീവന്റെ കിരീടം പ്രാപിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നമ്മൾ നല്ല പോർ തന്നെ പൊരുതണം. ഈ ദിവസങ്ങളിൽ ഓട്ടം തികയ്ക്കാൻ അല്ലെങ്കിൽ പറ്റത്തില്ല ഹാലേലിയ. ആ ഓട്ടം നമുക്ക് തിരികെ തന്നെ വേണം. അതിനെ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.